10 വെച്ചാൽ 100 കിട്ടും, 100 വെച്ചാൽ 10,000 കിട്ടും, 10,000 വെച്ചാൽ ലക്ഷങ്ങൾ കിട്ടും. ചില മലയാളികളുടെ ഈ പണക്കൊതി മുതലാക്കി ഒരു 20 വയസ്സുകാരൻ നടത്തിയ തട്ടിപ്പ്. അതാണ് ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസ്. സിനിമാ തിരക്കഥകളെ പോലും വെല്ലുന്നതായിരുന്നു ശബരിനാഥിന്റെ വളർച്ചയും ആഡംബര ജീവിതവും. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ എതിർവശത്തുള്ള ബഹുനില കെട്ടിടത്തിലായിരുന്നു ശബരിനാഥിന്റെ ഓഫീസും ഹെഡ്ക്വാർട്ടേഴ്സും പ്രവർത്തിച്ചിരുന്നത്. കോടികളുടെ ആസ്തിയുള്ള ബിസിനസ്സുകാർ, സർക്കാർ ജീവനക്കാർ, ദിവസവേതനക്കാർ, സാമ്പത്തിക പരാധീനതയിൽ നട്ടം തിരിയുന്നവർ, ഇവരൊക്കെയായിരുന്നു ശബരിനാഥിന്റെ ഇരകൾ. നമ്മൾ ഇപ്പോഴത്തെ ഒരു പാതിവില തട്ടിപ്പുണ്ടല്ലോ, അതിന് സമാനമായ ഒരു സംഭവം തന്നെയാണ് ഈ ടോട്ടലിൻ്റെ ചില കാര്യങ്ങളിലുണ്ടായിരുന്നത്. ഒന്ന് വൻതോതിൽ വൻ ലാഭം, അതായത് ഇപ്പോൾ ഇവർ പറയുന്ന ഇരട്ടി എന്ന് പറയുന്ന അതേ അതിന് സമാനമായ ലാഭമാണ് ശബരിയും കൊടുത്തിരുന്നത്. അപ്പോൾ അത് എങ്ങനെ ലോജിക്കലി ഒരിക്കലും കറക്റ്റ് അല്ലെങ്കിലും ശബരി അതിനെ ന്യായീകരിക്കാൻ ഉപയോഗിച്ചത് ഈ ഓഹരി നിക്ഷേപിച്ചിട്ട് വൻ ലാഭം ഉണ്ടാക്കുന്നു എന്നാണ്. ശബരിനാഥിന്റെ സ്ഥാപനങ്ങളിലും വീടുകളിലും നിരവധി റെയ്ഡുകൾ നടന്നു. ടോട്ടൽ ഫോർ യു തകർന്നതറിഞ്ഞ 100 കണക്കിന് നിക്ഷേപകർ ഓടിയെത്തി. ഈ വിലാപങ്ങൾ ഒരു നടുക്കത്തോടെയാണ് അന്ന് മലയാളികൾ കണ്ടത്. 20 വയസ്സുകാരൻ നടത്തിയത് 200 കോടിയുടെ തട്ടിപ്പാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. മലയാളികളുടെ പണക്കൊതി മുതലാക്കാൻ ഇനിയും ശബരിനാഥന്മാർ വരും. നമ്മളിൽ പലരും ആ കെണികളിൽ വീഴുകയും ചെയ്യും. ഞാൻ ആ കെണിയിൽ വീഴില്ല എന്ന ഞാൻ തന്നെ സ്വയം ഉറപ്പുവരുത്തണം.